ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്. നിർത്തിപ്പൊരിക്കാനറിയാം നിങ്ങൾ ഓർക്കുന്ന കോഴിയാണോ? ഈ കൊഞ്ചിനേക്കാളും വലിപ്പമുണ്ട് അവൻ്റെ മീശയ്ക്ക്. അപ്പോൾ ഇവനെ നേരെയാക്കാൻ ഇച്ചിരി പരിപാടിയുണ്ട്. ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്. കൊഞ്ച് കൊണ്ടുള്ള ഇവനെ നമുക്കൊന്ന് നിർത്തിപ്പൊരിക്കാനറിയാം നിങ്ങൾ ഓർക്കുന്ന കോഴിയാണോ? അതായതല്ല, നമ്മൾ ഈ വറക്കുമ്പം ഈ സാധനം ഇങ്ങനെ തന്നെ നിൽക്കണം. എന്തായാലും ഇവൻ്റെ മീശ ഉണ്ടോ? അടിപൊളി മീശയാണ്. കൊഞ്ചിനേക്കാളും വലുപ്പമുണ്ട് കൊഞ്ചിൻ്റെ മീശ. സാധാരണ ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോയി കഴിക്കുമ്പം അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ ഹോട്ടലുകളിൽ കഴിക്കുമ്പോഴത്തേക്കും കൊഞ്ചിൻ്റെ നമ്മളിപ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്നു ഇതേപോലെ തന്നെ അവർ സ്റ്റഫ് ചെയ്ത് വറുത്ത് തരും. സാധാരണ ചെറിയ കടകളിലൊക്കെ കയറിയാൽ ഇങ്ങനെ ഇരിക്കും, കൊഞ്ചിങ്ങനെ ചുരുണ്ട് ഇരിക്കും. പക്ഷേ ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ എങ്ങനെയാണ്, വലിയ വലിയ ഹോട്ടലുകളിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് റെസ്റ്റോറൻറ്റുകളിൽ പോകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ സ്റ്റൈലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവനെ നേരെയാക്കാൻ ഇച്ചിരി പരിപാടിയുണ്ട്, നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഇവൻ്റെ മീശയും തലയൊക്കെ ഒന്ന് വെടിപ്പാക്കാം അല്ലേ. ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു, ഈ തലയുടെ ഇവിടുന്ന് ഒരുപാട് കയറ്റി കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊളിക്കുക. വളരെ പതുക്കെ എടുക്കുക. ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ സാധനം? കട്ട് ചെയ്യുമ്പോൾ ഇതുണ്ടോ ഒരു കറുത്ത ഒരു സാധനം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ എടുത്ത് കളയണം. അതിൻ്റെ ഈ തലയുടെ ഇവിടെ ഇതിൻ്റെ അഴുക്കുണ്ടാകും. അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇനി നേരെയാക്കി നിർത്തി വേണം നമ്മൾ സ്റ്റഫ് ചെയ്യാൻ. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ മറ്റേ ഈ തയ്യക്കാരന്മാരൊക്കെ ഈ പെൻസിൽ ചെവി വെക്കുന്ന പോലെ കീർക്കൽ ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ വെച്ചിട്ട് വേണം നമ്മുടെ ഈ പരിപാടി. ഇവനെ ഒന്ന് അലങ്കരിക്കാം നമുക്കല്ലേ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി നല്ല ഉപ്പിട്ട് കഴുകി നല്ല സൂപ്പറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അല്ലെങ്കിൽ കൊഞ്ച്. ഇത് നമുക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഇതേ കുറച്ചുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയ മുളക്, ഇത് കാശ്മീരി മുളകാണ് കേട്ടോ. കാരണം ഇത് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എരിവ് കുറച്ച് കുറഞ്ഞിരിക്കും, പക്ഷെ നല്ല കളറായിരിക്കും. ഇത് കാശ്മീരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇനി ഇത് കുരുമുളക് വേണം, പെരിഞ്ചീരകം. ഇതുണ്ടോ പെരിഞ്ചീരകം. ഇത്രയും സാധനം മതി. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിക്കാം. ഞാൻ അരച്ചു വെച്ച മസാലയാണിത്. ഇതാ ഞാൻ മസാല എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചത്. ഞാൻ കുറച്ച് ചെമ്മീനെ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇത് ഇഷ്ടമല്ല, ചിലർക്കിത് പിടിക്കില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാത്രം ഇതൊന്ന് റെഡിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ആണ് ഉണ്ടാക്കിയത്. ഇതിനെ കൂടിപ്പോയി ഒരു 10-12 പീസേ ഉണ്ടാവുള്ളൂ. എന്തായാലും നോക്കാം നമുക്ക്. 10-15 മിനിറ്റ് ഇത് ഇരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
കാരണം ആ മസാല എല്ലാം ഇതിലേക്ക് നല്ല പിടിച്ച് നല്ല റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് പൊരിക്കൽ പരിപാടിയിലേക്ക് ഇറങ്ങും. നല്ല പച്ചരി കഴുകി ഉണക്കി പൊടിച്ച് ആ മാവാണ് നമ്മൾ ഈ അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പി കാച്ചി തേങ്ങാപ്പാൽ ഒഴിച്ച് ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇച്ചിരി പഞ്ചസാരയും എന്നിട്ട് നമ്മൾ ലാസ്റ്റ് മിക്സിയിൽ തോന്നി ചെറുതായിട്ട് അരച്ച് വിടണം. ഒന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്, നല്ല മയമായി. അപ്പം നമുക്കിപ്പോൾ ഈ കൊഞ്ച് റോസ്റ്റിൻ്റെ കൂടെ ഈ അപ്പവും കൂടെ നമുക്കുണ്ട്. അപ്പോൾ കൊഞ്ചും പാലപ്പവും പാലപ്പം കൊഞ്ചും എന്നല്ല, കൊഞ്ചും വളയും പാലപ്പം. ഓക്കെ, നമുക്കത് ശരിയാണ്. ഇങ്ങനെ സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡ് മാത്രം എന്താ ഇങ്ങനെ ഒന്ന് എടുത്തിടാം, അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ നമുക്ക് സുഖമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ കൊണ്ട് വെക്കാം. ഇപ്പം പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, കൊഞ്ച് ഫ്രൈ റെഡിയായി. എണ്ണ വളരെ കുറവാണ് ഇനി ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ സലാഡ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഈ എന്തായാലും നമ്മൾ ഈ സംഭവമൊക്കെ റെഡിയാക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലങ്കാരം എല്ലാത്തിനും നല്ലതാണ്, മനുഷ്യനും നല്ലതാണ്, മീനിനും നല്ലതാണ്. കാരണം ഈ കഴിക്കാൻ നമുക്ക് ഒന്നുകൂടെ ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കഴിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. അപ്പം അതിനാണ് ഈ അലങ്കാരവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെക്കുന്നത്. ഇപ്പം നമുക്ക് ഇതുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊഞ്ച് നല്ല നേരെയാണ് നിൽക്കുന്നത്, ചുരുണ്ടല്ലേ ഇരിക്കുന്നത്, ശ്രദ്ധിച്ചോ. അപ്പം കൊഞ്ച് ഫ്രൈ നമുക്ക് റെഡിയാണ്. സൂപ്പറാണ്. ഇതുണ്ട്, നല്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് കഴിക്കണം പിന്നെ എന്ത് കേട്ടോ, നമ്മൾ വെച്ചേക്കുന്ന ഇതിൽ അടിപൊളിയാണ്. ആ പെരുംജീരകവും കുരുമുളകും കാശ്മീരി മുളകും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർന്ന് കൊഞ്ചും പാലപ്പവും, അങ്ങനെ കൊഞ്ചു പാലപ്പം. ഇനി അത് കഴിച്ചതിന് ശേഷം നമ്മൾ സലാഡ്. പിന്നെ ഡോക്ടർമാർ പണ്ടേ പറയുമല്ലോ, ഇപ്പം നോൺ വെജ് എന്താണെങ്കിലും നോൺ വെജിന്റെ കൂടെ നമ്മൾ സബോള കഴിക്കുന്നത് നല്ലതാണ്. ഇത് കേട്ടോ, ഒടിഞ്ഞു വായി പോരുത്. ഇനി ഇത് എനിക്ക് പറയാൻ സമയം കിട്ടുന്നില്ല. ഇത് നല്ല രുചിയുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, ഞാൻ ഉണ്ടാക്കിയ രീതികൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും, ഞാൻ കഴിഞ്ഞ സൺഡേക്കാണ് ശീലാവതി മീനിൻ്റെ ഒരു വിഷ്വൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൺഡേയിൽ കൊഞ്ച് ഫ്രൈ, കൊഞ്ച് നിർത്തിപ്പൊരിച്ച്
അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്